തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലെ എങ്കക്കാട് എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് കലാകാരന്മാരെ ഇന്ത്യൻ സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ഭരതൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, PN മേനോൻ, അബൂബക്കർ, കലാമണ്ഡലം ഹൈദരാലി തുടങ്ങിയ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് കലാകാരന്മാർക്ക് ജന്മം നൽകിയിട്ടുള്ള എങ്കക്കാട്ട് നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഹൈദരാബാദിൽ തെലുങ്ക് സിനിമയിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകരായിരുന്ന PN മേനോൻ, ഭരതൻ തുടങ്ങിയവരുടെ സഹോദരി പുത്രനായ K. അശോക് കുമാർ അദ്ദേഹമാണെന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ കലാസബരിയെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. നമസ്കാരം. കലാരംഗത്തേക്ക് ഒരു വലിയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുള്ള ആളെന്നുള്ള നിലയിൽ കലാരംഗത്തേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? എൻ്റെ ബേസിക് വിദ്യാഭ്യാസം കേരളത്തിൽ തന്നെയായിരുന്നു. പ്രീ കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടുന്ന് ഇവിടേക്ക് മദ്രാസിലേക്ക് ഉള്ള വരവ് അത് ഭരതേട്ടൻ്റെ കെയർ ഓഫിൽ തന്നെ. ഞാൻ ബേസിക്കലി ഒരു ആർട്ടിസ്റ്റാണ് എന്ന് സ്വയം അഭിമാനിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. അവിടെ കോളേജിൽ പഠിക്കുമ്പോഴെല്ലാം എനിക്കായിരുന്നു എൻ്റെ പെൻസിൽ സ്കെച്ചിലും പെയിൻറ്റിങ്സിലൊക്കെ കോളേജ് ലെവലിൽ ഒരുപാട് റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് പുള്ളി എന്നെ മദ്രാസ് കൊണ്ട് അവിടെ കോളേജിൽ പഠിച്ച് പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിക്കുന്ന ഒരു 5 വർഷ കാലഘട്ടം കൊണ്ട് ഞാൻ ഒരുപാട് സാധനങ്ങൾ പുള്ളിയിൽ നിന്ന് ഗ്രഹിച്ചെടുക്കുകയും പുള്ളി പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ പെയിൻറ്റ് കലക്കി കൊടുക്കാൻ ഒരു അസിസ്റ്റൻ്റായിട്ട് കൂടെ വന്നിട്ട് പുള്ളി ട്രേസ് ചെയ്യാൻ പറയുന്ന സാധനങ്ങൾ ട്രേസ് ചെയ്യുക. അങ്ങനെ ഒരു അതിലേക്ക് കൂടുതൽ അടുപ്പം കിട്ടിയ ഒരു സിനിമയാണ്. ഒരു അക്കാഡമിക് വിദ്യാഭ്യാസത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. പ്രാക്ടിക്കലി വളരെ പ്രിപ്പയർ ആവാൻ പറ്റി എനിക്ക്. അങ്ങനെയാണ് കോളേജിൽ അഡ്മിഷൻ കിട്ടുക. അങ്ങനെ ഫസ്റ്റ് 2 3 years ഐ എം ദി ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദ കോളേജ്. അങ്ങനെ ആ പഠിപ്പ് കഴിയുന്നതോടുകൂടി കുറച്ച് അഡ്വർടൈസിങ് ഏജൻസിയിലൊക്കെ വർക്ക് ചെയ്യാവുന്ന ചില സാഹചര്യങ്ങൾ കിട്ടി. പെട്ടെന്നാലും ഒരു എന്താ പറയുക, സിനിമയോടുള്ളൊരു അടുപ്പം കിടപ്പുണ്ടായിരുന്നു. പുള്ളിയുടെ കൂടെ വെക്കേഷനിൽ സന്ധ്യ വൈകുന്നേരത്തിൻ്റെയൊക്കെ ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചാട്ട കൂടെ നിന്ന് ഇങ്ങനെ അസിസ്റ്റൻ്റായിട്ട് കൂടെ നിന്ന് ഇങ്ങനെ പുള്ളി എന്താ പറയുന്നത് ഇങ്ങനെ ഒരു ഒബ്സർവേഷന് വേണ്ടി പോയിരുന്നു. പക്ഷേ പുള്ളിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ ആർട്ട് ഡയറക്ടറായിട്ട് പുള്ളി ഇടയ്ക്ക് അത് ചെയ്യുന്നൊക്കെ പറയും. അങ്ങനെയാണ് പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇൻഡിവിജ്വലായിട്ട് ട്രൈ ചെയ്യാൻ. അങ്ങനെ പബ്ലിസിറ്റി ഡിസൈന് വേണ്ടി ഞാൻ പ്രതാപോത്തനെ അപ്രോച്ച് ചെയ്യാം. പ്രതാപോത്തൻ അന്ന് ഒരു പടത്തിൻ്റെ ഇതിലായിരുന്നു, ഒരു പ്രീ പ്രൊഡക്ഷൻ വർക്കിലായിരുന്നു. ഡെയ്സി എന്നാണ് പടത്തിൻ്റെ പേര്. അപ്പം ഒരു അദൃശ്യമായിട്ട് ഞാൻ ഫോൺ ചെയ്താൽ പുള്ളിയെ അങ്ങനെ എൻ്റെ പബ്ലിസിറ്റി ഡിസൈൻ എനിക്ക് താന്നു പറഞ്ഞു. ഞാൻ പ്രതാപത്തിന് മുമ്പ് പരിചയമുണ്ടായിരുന്നു, ഭരതേട്ടൻ്റെ വീട്ടിൽ വെച്ച് തന്നെ. പുള്ളി ഇമ്മീഡിയറ്റ് പറഞ്ഞു വാ എന്നെ വന്ന് കാണുമെന്ന്. അങ്ങനെയാണ് ദിവസം കുറേ വരച്ച കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് പുള്ളി നേരെ വിളിച്ചാൽ പോയി പുള്ളി വീട്ടിൽ പോയി നിന്ന് കാണണം. വരച്ച് വെച്ച് കണ്ടിട്ട് പുള്ളി അത്ര വലിയൊരു എക്സ്പ്രഷനൊന്നും കാണിച്ചില്ല. കാരണം അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ പറഞ്ഞു ഞാൻ ഒരു പടം ചെയ്യുന്നുണ്ട്, അതിൻ്റെ കുറേ ടൈറ്റിൽ എഴുതി കൊണ്ടുപോകാം. അങ്ങനെ ആ ഡെയ്സി എന്നുള്ള പേര് എനിക്ക് തന്നു. വീട്ടിൽ വന്നിരുന്ന് കഴിഞ്ഞിട്ട് ഒരുപാട് ഡിസൈൻസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഡെയ്സിയുടെ ലെറ്റർ ഒരു 5-6 ഡിസൈൻസ് പ്രൗഡോടുകൂടി കൊണ്ടു കൊടുത്തു. അതെല്ലാം നോക്കിയിട്ട് പുള്ളി എല്ലാം എടുത്ത് മാറ്റി വെച്ച് ഇതൊന്നല്ല എനിക്ക് വേണ്ടതെന്ന്. പക്ഷേ പുള്ളി ഒരു ടഫായിട്ടുള്ളൊരു ബിഹേവിങ് ആയിരുന്നു. ചെന്ന് വളരെ കെയർലെസ് ആയിട്ട് വീട്ടിൽ കയറിയിരുന്നു. പിറ്റത്തെ പ്രാവശ്യം ചെന്ന് കയറി ഇരിക്കാനൊരു മടി. അത് കഴിഞ്ഞ് പിന്നെ ഒരു 5 എണ്ണം, പിന്നെ ഒരു 5 എണ്ണം, ഇതൊന്നും പുള്ളി ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, എല്ലാം റിജക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു 25ാമത്തെ ലെറ്റർ വരെ എഴുതി കൊടുത്തു. പിന്നെ അവസാനത്തെ 3 ലെറ്റർ ഞാൻ എഴുതി അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓടിപ്പോന്നു അവിടെ നിന്ന്. എനിക്ക് അതുകൂടി ആവില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഓടിപ്പോകുന്നത്. പക്ഷേ പുള്ളി ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല, ബോംബെയിലായിരുന്നു. ഹീറോയിൻ ബുക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ഫോൺ വന്നടിക്കും, വാടാ നന്നായിട്ടാ എന്നാണ്. അങ്ങനെയാണ് ഓടിച്ചെല്ലുമ്പോൾ ഒരു ലെറ്റർ മാത്രം എടുത്ത് വെച്ച് പുള്ളി വളരെ ഇഷ്ടമായി. അത് പുള്ളി പറഞ്ഞ് ഇത് ലെറ്റർ നന്നായിട്ടുണ്ട്, പക്ഷേ ഇതല്ല എനിക്ക് വേണ്ടത്, ഇതിൽ കുറേയും കൂടി ഇമ്പ്രവൈസേഷൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാനൊരു 3 dimensional എഫക്റ്റ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് 3 dimensional എഫക്റ്റ് കൊടുത്തു. പക്ഷേ ഈ വരച്ചു കൊടുത്ത 25 ലെറ്റർ മൂപ്പർ വാങ്ങിച്ചു വെച്ചോടെ എല്ലാം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പുള്ളി വാങ്ങിച്ചു വെച്ചു. ഞാൻ ആ ലെറ്റർ ബ്രാസിൽ കാസ്റ്റ് ചെയ്തിട്ട് അതൊരു മരത്തിൻ്റെ ബാർക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് അത് ഫോട്ടോഗ്രാഫ് ചെയ്തു. അത് അശോക് കുമാറാണ് ഫോട്ടോഗ്രാഫ് ചെയ്തത്. അതിന് മുകളിൽ ഡ്യൂ ഡ്രോപ്സ് വെച്ച് പുള്ളി തന്നെ പോയിട്ട് ഒരു ഡേസി ഫ്ലവർ, ഒറിജിനൽ ഡേസി ഫ്ലവർ ചോള ഹോട്ടലിൽ പോയി വാങ്ങിട്ട് വന്നു. അത് പ്രതാപോത്ത് അങ്ങനെ കംപ്ലീറ്റ് യൂണിറ്റൊക്കെ വിളിച്ചുകൊണ്ടുവന്ന ഒരു ലെറ്റർ. ആ ലെറ്ററിന് ഇത്രയും ഇമ്പോർട്ടൻ്റ് കൊടുത്ത ഫോട്ടോഗ്രാഫ് ചെയ്തത് വളരെ എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ അതിനെ ഉദ്ദേശിച്ച റിസൾട്ട് അപ്പോഴും വന്നില്ല. പിന്നീട് ഞങ്ങൾ തന്നെ ഇരുന്ന്, ഞാനും സാബു സിറിൽ, നമ്മുടെ അജയ് വിൻസെൻ്റ് ഇവരെല്ലാം ഇരുന്ന് ഇങ്ങോട്ട് വീണ്ടും അത് ഫോട്ടോഗ്രാഫി, അജയനെ എനിക്കത് ഫോട്ടോഗ്രാഫി ചെയ്യുന്നു വീണ്ടും. പിന്നെ HTയിൽ ഒരു ഫിനിഷിംഗ് ആർട്ടിസ്റ്റിനെ കൊണ്ട് ഫിനിഷ് ചെയ്യിച്ച് ആ ലെറ്ററെ കൊണ്ട് കൊടുത്തു. അതൊരു വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു വർക്കായിരുന്നു.